എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനവും ക്രിസ്തീയ വന്ദനങ്ങളും അറിയിക്കുന്നു. അന്ത്യകാല യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 7ാമത്തെ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രയേലിൻ്റെ ചിതറിപ്പിനെ കുറിച്ചും ഇസ്രയേലിൻ്റെ കൂട്ടിച്ചേർപ്പിനെ കുറിച്ചും ചിന്തിച്ചിരുന്നു. ഇസ്രയേലിനെ 2 പ്രാവശ്യം കൈനീട്ടി ദൈവം വിളിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചു. അതിലൊന്ന് നമ്മൾ യിരെമ്യാ പ്രവചനത്തിലാണ് കണ്ടത്. 1-ാം പ്രാവശ്യത്തെ കൈനീട്ടും. യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ദൈവം 2ാമതും നിങ്ങളെ കൈനീട്ടി വിളിക്കുമെന്നും നമ്മൾ ചിന്തിച്ചു. ഇസ്രയേലിനെ അനേക പ്രാവശ്യം ദൈവം ചിതറിച്ച കാര്യങ്ങൾ അതിൻ്റെ വാക്യങ്ങൾ സഹിതവും നിങ്ങളെ ചിതറിച്ച രാജ്യങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ കൂട്ടിവരുത്തുമെന്നും ഇനിയും നിങ്ങൾക്കൊരു കഷ്ടത ഉണ്ടാകത്തില്ലെന്നുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. ഇന്നും നമ്മൾ ചിന്തിക്കുന്ന അതിൻ്റെ അനന്തര ഫലങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എൻ്റെ 32-ാം വാക്യം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അത് ലൂക്കോസ് 21-ന്റെ 29 അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ അറിഞ്ഞുകൊള്ളണമെന്ന് പേരിൽ എടുത്തിരിക്കുന്നു. അത്തി മുതലായ വൃക്ഷങ്ങൾ എന്ന് പറയുവാൻ കാര്യം 1940 മുതൽ 1960 ഏകദേശം 62 രാജ്യങ്ങളാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചത്, മോസ്റ്റ്ലി ഫ്രം ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്നും. കൂടാതെ ഫ്രാൻസ്, ഇങ്ങനെയുള്ള പല രാജ്യങ്ങൾക്ക് കപ്പം കൊടുത്ത് ജീവിച്ചിരുന്നതായ ഇന്ത്യ ഉൾപ്പെടെ ഇസ്രയേൽ ഉൾപ്പെടെ അനേക രാജ്യങ്ങൾ ഈ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. അക്കൂട്ടത്തിൽ ഇസ്രയേലിനും സ്വാതന്ത്ര്യം കിട്ടുന്നു, ഇന്ത്യക്കും സ്വാതന്ത്ര്യം അടുത്തടുത്ത സമയങ്ങളിലായിട്ട് കിട്ടുന്നു. അത്തി തളിർക്കുമ്പോൾ എന്നുള്ള ഭാഗം പറഞ്ഞാണ് നമ്മൾ അവസാന ഭാഗത്ത് നിർത്തിയത്. അവിടെ നിന്നും ഞാനിന്ന് തുടങ്ങുകയാണ്. ആരാണ് ഈ അത്തി? ഹോശയ്യ 9:10 നമ്മൾ വായിക്കുന്നു. അത്തി വൃക്ഷത്തിൻ്റെ ആദ്യമുള്ള തലക്കനിയെ പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. അപ്പോൾ അത്തി എന്ന് പറയുന്ന ഇസ്രയേലാണ്. ഇസ്രയേലിലുണ്ടായിരുന്ന പിതാക്കന്മാരെ കുറിച്ചാണ് ഹോശയ്യയിലൂടെ പറയുന്നത്. യോവേൽ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോവേൽ 1:7 എൻ്റെ അത്തിവൃക്ഷത്തെ നിങ്ങൾ ഒടിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. ഇനി നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 6-9 വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവും ശിഷ്യഗണങ്ങളും കൂടെ ഒരു യാത്രയ്ക്കിടയിൽ ഒരു കൃഷിഭൂമിയിൽ വെച്ചൊരു അത്തിവൃക്ഷത്തെ കാണുകയാണ്. അത്തിവൃക്ഷം നോക്കുമ്പോൾ ഫലമില്ല. അത് അത്തിഫലങ്ങളുടെ കാലമല്ല എന്നും അവിടെ പറയുന്നുണ്ട്. അത്തിഫലങ്ങളുടെ കാലമല്ലാത്ത ആ കാലത്ത് യേശുക്രിസ്തു അതിനെ നോക്കിയിട്ട് ഫലമില്ലാത്ത കൊണ്ട് നിന്നെ ശപിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ 2 പദങ്ങളുണ്ട്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? 2, ആ കാലമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഈ അത്തിയെ ശപിക്കുന്നത്? അത്തിപ്പഴത്തിൻ്റെ കാലമല്ലെന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് ന്യായപ്രമാണ കാലം അവസാനിക്കുകയാണ്. കൃപായുഗത്തിലേക്ക് കടക്കുകയാണ്. യേശുക്രിസ്തു അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയാണ് വന്നത്. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ബലിയായി. ആ ബലിയുടെ പൊരുൾ നടക്കുമ്പോഴേ, അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് നടന്ന മൃഗബലികളുടെയും മറ്റും പൊരുളാകുന്ന യേശുക്രിസ്തുവിൻ്റെ യാഗം നടന്നെങ്കിലേ അപ്പർ ഹില്ലിൽ പോയി കിടക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ, പർദീസയിലേക്ക്. അതുകൂടാതെ പെന്തക്കോസ്ത് നാളിൽ പുതിയ നിയമസഭയുടെ സ്ഥാപിക്കപ്പെടണം. അപ്പോൾ കാലം അവസാനത്തേക്ക് എത്തി. വളരെ ചുരുങ്ങിയ നാളിന് ശേഷം പുതിയ നിയമസഭ തുടങ്ങുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ കാലം അവസാനിക്കുന്നു. അത് മാത്രമല്ല, ഏതാണ്ടൊരു 400 വർഷത്തോളം ദൈവം ഇസ്രയേലിനോട് ഇടപാടില്ലാത്ത ഒരു കാലമായിട്ട് തീർന്നിരുന്നു. അപ്പോൾ ആ കാലത്തിലൊക്കെ ഈ അത്തിക്ക് യാതൊരു ഫലവുമില്ലാതെ, അതായത് ഇസ്രയേലിൽ നിന്ന് ഒരു ഫലവും കിട്ടാതെ അവർ മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് ദൈവം ഈ അത്തിയെ ശപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഫലമില്ലാതെ പോകട്ടെ. ആ ഒരു ശാപത്തിൻ്റെ കൂടെ കാരണം യേശുക്രിസ്തുവിനെ അറിയായിരുന്നു. യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കാൻ മുൻകൈയെടുത്ത് നിൽക്കുന്നത് യഹൂദന്മാരാണ്. റോമൻ സാമ്രാജ്യമാണെങ്കിലും അവരത് പുറത്തു പറയാതെ യഹൂദന്മാരുടെ തലയിൽ കൊണ്ട് വെക്കത്തക്കവണ്ണം കരുക്കളെ നീക്കിക്കൊണ്ട് യഹൂദന്മാരിൽ ചിലരെ മുൻപിൽ നിർത്തി. അങ്ങനെ അവർ യേശുവിനെ ക്രൂശിക്കാൻ മുൻപോട്ട് വരികയാണ്. അപ്പം അതറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് നീ ഫലമില്ലാതെ പോകട്ടെ. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവർ വിളിച്ചു പറയുന്നു, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീണുകൊള്ളട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ദൈവം ഇവരെ AD 70 ചിതറിക്കുകയാണ്.
എന്നാൽ യേശുവിൻ്റെ കാൽവറിയിലെ യാഗത്തിൽ അല്ലെങ്കിൽ ക്രൂശ് മരണ സമയത്ത് അവിടെ ഒരു മർമ്മമുണ്ട്. 4-ാമത്തെ ദേവാലയമാകുന്ന ഹെരോദാവിൻ്റെ ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം ചീന്തിപ്പോയി. മുകൾ തൊട്ട് അടിയോളം എന്ന് പറഞ്ഞാൽ ഏകദേശം 40 അടി ഉയരത്തിൽ കിടക്കുന്ന ആ തിരശ്ശീല ആരും കയറിയെന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. യേശുവിൻ്റെ ജീവൻ വെടിയുന്ന സമയത്ത് ആ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം കയറിപ്പോയിൻ്റെ അർത്ഥം 4-ാമത്തെ ദേവാലയത്തിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ന്യായപ്രമാണ സഭയുടെ കാലത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ച് ഒരു പുതിയ നിയമസഭയിലേക്ക് 5-ാമത്തെ ദേവാലയത്തിലേക്ക് കാലം കടക്കുകയാണ്. ഒരിക്കലും 2 സഭ ഭൂമിയിൽ നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ദൈവം ഈ 4-ാമത്തെ ദേവാലയത്തിൻ്റെ ശുശ്രൂഷ, ന്യായപ്രമാണ കാലത്തിൻ്റെ ശുശ്രൂഷ നിർത്തിക്കൊണ്ട് പുതിയ നിയമസഭയുടെ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം ചിന്തിക്കളഞ്ഞു 5-ാമത്തെ ദേവാലയത്തിലേക്ക് ദൈവം ഹൃദയങ്ങളിൽ വസിക്കുന്ന ഒരു കാലത്തിലേക്ക് കടന്നു വന്നു. ഇന്നും പലർക്കും അതിൻ്റെ മർമ്മങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അറിയത്തില്ല. വേർപെട്ടവർ എന്ന് പറയുന്നവർക്കും അതിൻ്റെ കാര്യം അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ വേർപെട്ടെന്ന് പറയുന്ന പെന്തക്കോസ്ത് സഭകൾ പോലും ഇന്ന് ആ ഒരു സമുദായ സഭകളെ പോലെ അങ്ങായിപ്പോയിരിക്കുന്നത്. അവരുടെ ആ കെട്ടും വട്ടും അവരുടെ ആരാധന ശുശ്രൂഷയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മറ്റിലേക്ക് ഇവരും ലയിച്ചു മാറുകയാണ്. ഒരു വേർപെട്ട ലക്ഷണമൊന്നും അവരിൽ കാണാതില്ലാത്ത വിധത്തിൽ മാറാൻ കാര്യം ഇതാണ് ഇതിൻ്റെ കാരണങ്ങൾ. ഏതായാലും 5-ാമത്തെ ദേവാലയത്തിലേക്ക് വന്നു. അവിടെ അനേകരെ ഇന്നും വിശ്വസ്തയോടെയും വിശുദ്ധിയോടെയും വേർപാടോടെയും ജീവിക്കുന്നു. അതാണ് നിർമ്മല കന്യക എന്ന് പറയുന്നത്. എന്നാൽ സഭ എന്ന് പറയുന്നത് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. അതിനകത്തെ ആ സഭയ്ക്ക് പേരിട്ടേക്കുന്ന സ്ത്രീ എന്നാണ്. അത് വലിയ മർമ്മങ്ങളാണ്, അതിപ്പം ഇവിടെ വിവരിക്കുന്നില്ല. അത്തി ആകുന്ന ഇസ്രയേൽ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നഥനയേലിനെ പീലിപ്പോസ് വിളിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരികയാണ്. യേശുക്രിസ്തു ഞാൻ നിന്നെ അറിയുമെന്ന് പറയുമ്പോൾ നഥനയേൽ ചോദിക്കുന്നു, അങ്ങനെ എങ്ങനെ അറിയും? ഉടനെ യേശുക്രിസ്തു പറയുകയാണ്, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ അറിയും. അത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അത് എബ്രായ ലേഖനത്തിൽ അതിൻ്റെ മർമ്മം കിടപ്പുണ്ട്, അതിലേക്കിപ്പോൾ പോകുന്നില്ല. എന്നാൽ നീ അബ്രഹാമിൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്ന നഥനയേലേ, ഞാനാണ് ഈ അബ്രഹാമിനെയും നിന്റെ പിതാക്കന്മാരെയും അതിനുശേഷമുള്ള ഇസ്രയേലിനെയും യാക്കോബിനെയും സകലരെയും സൃഷ്ടിച്ച ദൈവമാണ് ഞാൻ. ഞാൻ നിന്നെ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ നീ അത്തിയിലുള്ളപ്പോൾ അറിയും, അല്ലെങ്കിൽ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ അറിയും. 1 രാജാക്കന്മാർ 4:25 വരുമ്പോൾ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിയുടെ കീഴിലും നിർഭയം വസിച്ചെന്നൊരു പദം ഇവിടെ കാണാം. ഇസ്രയേലിനെ പല മരങ്ങളോട് ഉപമിക്കുന്നുണ്ട്. ഒന്ന് അത്തി, മുന്തിരിവള്ളി, അതുപോലെ ഒലിവ് വൃക്ഷം, ഇങ്ങനെയുള്ള വൃക്ഷങ്ങളോട് ഉപമിക്കുന്നുണ്ട്. നമുക്കറിയാം 1-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ മനുഷ്യനെ മരത്തോട് ഉപയോഗിക്കുന്നു. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷത്തോട് നമ്മളെ ഉപമിക്കുന്നുണ്ട്. ഇവിടെ അത്തി എന്ന് പറയുന്ന ഇസ്രയേലാണ്. ഇസ്രയേലിനെ AD 70 ചിതറിച്ചു. ഏകദേശം 1800 ചില്ലുവാനം വർഷം അവർ ഈ ലോകത്തിൽ അലഞ്ഞു നടന്ന അസ്ഥികഷ്ണങ്ങളായി. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം എസെക്കിയേൽ നമ്മൾ 37 പഠിച്ചത്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇവ ജീവിക്കുമോ? എന്നിട്ട് അവിടെ ദൈവം പറയുന്നു, ഞാൻ ഇവരെ നരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് തൊക്കുകൊണ്ട് പൊതിയും. 3 പദങ്ങളുണ്ട്. ആ ഭാഗത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ 3 പദങ്ങൾ ശ്രദ്ധിച്ചോണം. ആ 3 പദങ്ങൾക്ക് അർത്ഥമുണ്ട്. അത്തിയാകുന്ന ഇസ്രയേൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് വരികയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റിൽ ഞാൻ വായിച്ചു നിർത്തിയ ഭാഗം എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8-ാം വാക്യം. നിങ്ങളോ ഇസ്രയേൽ പർവ്വതങ്ങളെ എൻ്റെ ജനമായ ഇസ്രയേൽ വരുവാൻ അടുത്തിരിക്കുന്ന കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. അപ്പോൾ ഇസ്രയേൽ പർവ്വതങ്ങളോട്, ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ആ 6-ാം വാക്യം വായിച്ചത് ദേശത്തെക്കുറിച്ച് പ്രവചിച്ച മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയണം. ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു, ഇസ്രയേൽ പാപം ചെയ്തപ്പോൾ ദേശത്തിന്മേൽ വറുതി വരുത്തിയെന്ന്. കഴിഞ്ഞ എപ്പിസോഡിലാണ് ചിന്തിച്ച എല്ലാ വാക്യങ്ങളും വീണ്ടും വീണ്ടും പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ സമയം നീണ്ടുപോകുന്നു. അപ്പോൾ വറുതി വരുത്തി മരുഭൂമിയായി കിടന്ന ഈ പ്രദേശത്തെ മലകളോടും തോടുകളോടും താഴ്വരകളോടും പറയുകയാണ്, നിങ്ങൾ എൻ്റെ ജനം വരാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ യഹോവ കർത്താവ് ഇപ്പോൾ നിങ്ങൾ ജാതികളുടെ നിന്ന വഹിച്ചു. കാരണം ഇവരെ ഈ ഫിലിസ്തീനികൾ കത്തേരിൽ നിന്ന് വന്നവർ AD 70 ഇവർ ചിതറിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ കൈയടക്കി.
അങ്ങനെ ജാതികളുടെ മിഥ്യാമൂർത്തികളെയും വിഗ്രഹങ്ങളെയും കൊണ്ട് അവിടെ നിറച്ചു. ഞാൻ എൻ്റെ തീക്ഷ്ണതയോടും എൻ്റെ ക്രോധത്തും കൂടെ സംസാരിക്കുന്നു എന്നിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും. ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്ത ദേശം കൈയടക്കിയത് കൊണ്ട് അവർ ലജ്ജ വഹിക്കും, അവർ താണുപോകും, അവർ പരാജയപ്പെട്ടു പോകും. ഇവിടെ പറയുകയാണ്. എന്നിട്ട് പറയും, നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായി ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുന്ന കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പേ. നമ്മളിപ്പോൾ 7ാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 93-ാം സങ്കീർത്തനം 3-ാം വാക്യമാണ്. പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. ആ വാക്യത്തിൽ നിന്നാണ് 2-ാം ദിവസം 2ാമത്തെ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ 83-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വരുവീൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ തണ്ണം അവരെ നമ്മൾ മുടിച്ചു കളയുക എന്നൊരു ഗൂഢാലോചന ചെയ്ത 10 ജാതികൾ. അതിനകത്ത് ഫെലിസ്ത്യരുണ്ട്, ഹഗ്ഗരുണ്ട്, അമോന്യരുണ്ട്, മൊബാബ്യരുണ്ട്, പലസ്തീനുകളുണ്ട്, അശൂരുണ്ട്, ഏലാമുണ്ട്. ഏലാം ഇന്നത്തെ ഇറാനൊക്കെയാണ്. അതുപോലെ തന്നെ അമാലേക്കുണ്ട്. അമാലേക്കും ഇന്ന് ഇറാനിൽ മിക്സാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിൽ ചിന്തിച്ചിരുന്നു. അങ്ങനെ 1948 ഇസ്രായേൽ രാഷ്ട്രമാകുകയാണ്. ദൈവം ഇവരോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിയും. ഇവിടെ ദൈവവചനത്തിലുള്ള എല്ലാ ഭാഗങ്ങളും ഇങ്ങനാണല്ലോ. നമ്മൾ പല വാക്കുകളും കേട്ടു, ഒരു മുഴക്കം കേട്ടു, അത് കഴിഞ്ഞിട്ട് ഒരു ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ ഈ മുഴക്കമെന്ന് പറയുന്നതാണ് 1-ാം ലോകമഹായുദ്ധം. 2ാമതൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു, സെക്കൻഡ് വേൾഡ് വാർ. അതിനാണ് ആറ്റം ബോംബ് ഇട്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള പദങ്ങളാണ് ബൈബിളിൽ വരുന്നത്. അനേക ഉപമകളിലെല്ലാം ഇങ്ങനെയുള്ള പദങ്ങൾ വരുന്നുണ്ട്. മുടിയനായ പുത്രൻ തനിക്കുള്ളവൻ ദൂരദേശത്തേക്ക് പോയി. ദൂരദേശം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയാണെന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിർമ്മല കന്യക എന്ന് ഉദ്ദേശിക്കുന്ന സഭയാണെന്നറിയാം. നാമധേയ സഭയെ പേര് വിളിക്കുന്നത് മഹാവേശ്യ എന്ന വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഉള്ള മഹാവേശ്യയെക്കുറിച്ച് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല നാമധേയ സഭകളെയും സ്ത്രീകളെന്നാണ് വിളിക്കുന്നത് ബൈബിളിൽ. കാരണം അവർക്ക് വിശുദ്ധിയില്ല, വേർപാടില്ല. അവർ വിഗ്രഹാരാധനയിലുമൊക്കെ പോകുന്നതുകൊണ്ടാണ് അവരെ സ്ത്രീകളെന്ന് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പദങ്ങളിൽ ഇവിടെ നമ്മൾ കാണുന്നു, ഞാൻ നരമ്പ് വെച്ച് നിങ്ങൾക്ക് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിയും. അങ്ങനെ ഇസ്രായേൽ മക്കള് ഇസ്രായേൽ രാജ്യത്തേക്ക് മടങ്ങി വരുന്നു. അവിടെ നമ്മളിങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് അനേക മർമ്മങ്ങളെ ഗ്രഹിക്കാൻ 36-ന്റെ 5-ാം വാക്യത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് 1-ാം വാക്യം കൊടുത്ത് വായിക്കാം. നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയേണ്ടത്, ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളെക്കുറിച്ച് നന്നായി, എന്നുവെച്ചാൽ നിനക്ക് നല്ലത് വന്നു, ഇങ്ങനെ വരണം എന്ന് നമ്മൾ പറയത്തില്ലേ, പുരാതന ഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേലിന് കൊടുത്ത പുരാതന ഗിരികൾ, ശൗമേലും പ്രവാചകന്മാരും മഹാപുരോഹിതന്മാരും ഹൈ പ്ലേസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആലയവും ആരാധനയും നടത്തിയ പ്രദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് ഇവർ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായി എന്നിവർ പറഞ്ഞു. അതുകൊണ്ട് നീ പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം എഴുതുന്നു, നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീരവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി, ഈ പ്രദേശങ്ങളെ അവർ ഇല്ലാതാക്കി, ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ട് നിങ്ങൾ വായാടികളുടെ അധരങ്ങളാൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കൊണ്ടും ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയായ കർത്താവിൻ്റെ വചനം കേൾപ്പീൻ. എന്നിട്ട് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന ശൂന്യപ്രദേശങ്ങളോടും പറയുന്നത്, എന്നുവെച്ചാൽ മുഴുവൻ മരുഭൂമിയാണ്. പാഴായി കിടക്കുന്ന ശൂന്യപ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചവർക്ക് കവർച്ചയും പരിഹാസവുമായി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. കവർച്ചയായ പട്ടണം ഏതാ? ഇസ്രായേലിൻ്റെ തെല്ലവീവ്, അങ്ങനെയുള്ള എരിഹോ, ഇങ്ങനെയുള്ള പട്ടണങ്ങളെല്ലാം കവർച്ചയായിപ്പോയി. ഇവർ കൊള്ളയടിച്ചു, ഇവരതിനെ നശിപ്പിച്ചു, അവിടെ ടണലുണ്ടാക്കി. എന്തിനാ? ഒളിച്ചിരുന്നിട്ട് ഇസ്രായേൽ വരുമ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി അവിടെ ബോംബുകളും കുഴിബോംബുകളും ഉണ്ടാക്കി തുടങ്ങി. അപ്പോഴാണ് പറയുന്നത്, ഈ ദേശത്തോടും പർവ്വതത്തോടും മലകളോടും യഹോവയുടെ അരുളപ്പാട്, നിങ്ങൾ ഇന്നത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ നോക്കിയിട്ട് വേണം ഈ വചനങ്ങളെ ഗ്രഹിക്കുവാൻ.
എന്നിട്ട് 5-ാം വാക്യം, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമിനോടും, ഏദോം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ കിടക്കുന്ന ഈ ജോർദാൻ ഇങ്ങോട്ടേക്കുള്ള ഭാഗങ്ങളെക്കുറിച്ചായി പറയും. ഏദോമിനോടും ഞാൻ നിശ്ചയമായി എൻ്റെ തീഷ്ണാഗ്നിയോടെ സംസാരിക്കും. അവൻ എൻ്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ സന്തോഷത്തോടും നിന്നാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുമല്ലോ. അവർക്ക് അവകാശമായി വീതിച്ചെടുത്തു. ഏത്? യെരൂശലേമും ഈ ഭാഗങ്ങളെല്ലാം അവർ വീതിച്ചെടുത്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ തീഷ്ണാഗ്നിയോടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈകൾ ഉയർത്തി സത്യം ചെയ്യുന്നു. ആരാ? ദൈവമാ കൈകൾ ഉയർത്തി സത്യം ചെയ്യുന്നത്. ഇത് പറഞ്ഞതാ. ലോകത്തിലെ ഏത് വമ്പൻ ശക്തി നോക്കിയാലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആജ്ഞയ്ക്ക് മേടി പോകാൻ പറ്റത്തില്ല. അതിനിവിടെ ലോകത്തിൽ ഒരു ശക്തിയും വളർന്നിട്ടില്ല. ആരെതിര് പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ നശിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുന്നു കൊണ്ട് കൊമ്പുകളെ നീട്ടി ഫലം കായ്പീൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. നിങ്ങളെ ഞാൻ ചിതറിക്കളഞ്ഞു, നിങ്ങളെ ഞാൻ ചിതറിച്ചു. അന്നൊന്നും ഞാൻ നിങ്ങളോട് നോക്കിയിട്ടില്ല, നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല. ഇനി അടുത്ത് നോക്കിക്കോണം. നിങ്ങളിൽ, അതിൻ്റെ 10-ാം വാക്യം, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രായേൽ ഗൃഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. ഇസ്രായേലെ ചിതറിപ്പോയെങ്കിലും കുറച്ചു പേരവിടെ പാർത്തിരുന്നു. 1880 ഏതാണ്ട് 10,000 പേരോളൊക്കെ ഇസ്രായേലിലുണ്ടായിരുന്നു യഹൂദന്മാര്. എന്നാൽ പിന്നിങ്ങോട്ട് വന്നപ്പം 2026 ആയപ്പോഴത്തേക്ക് 1.25 കോടിയായി. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. 1955 അവർ 15 ലക്ഷത്തോളമായി. 55 48 രാഷ്ട്രമാകുന്നത്. അതിനുശേഷം ചിതറിപ്പോയ റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മിസോറാമിൽ നിന്നും എല്ലാം ഇവർ തിരിച്ചു പോയി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവരുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളുടെ ചരിത്രം എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ കുടുംബയോഗം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പ്രത്യേകിച്ച് പലർക്കും കുടുംബയോഗങ്ങളുണ്ട്. ആ കുടുംബയോഗങ്ങളിലൊക്കെ എന്നാലും അതിനകത്തൊന്നും ഇപ്പം വലിയ ചരിത്രങ്ങളൊന്നുമില്ല. എങ്കിലും ചിലരൊക്കെ ചരിത്രങ്ങൾ എഴുതി വയ്ക്കാനുണ്ട്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഓർമ്മയിലുള്ള വല്യപ്പന്മാർ തൊട്ട് വല്യപ്പച്ചന്മാർ തൊട്ട് ഇങ്ങോട്ടുള്ളവരുടെ ചരിത്രം എഴുതി എൻ്റെ കൊച്ചുമക്കൾ വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ മക്കൾ അതിനകത്ത് ഉത്സാഹമുള്ളവരാണെങ്കിൽ അവരതിൻ്റെ ബാക്കി എഴുതണം. അവരുടെ മക്കളെക്കുറിച്ച് ഇങ്ങനെ ഇസ്രായേലിന് എഴുതി വെക്കും. അങ്ങനെയാണ് മിസോറോമിൽ നിന്ന് ഇവർ തിരിച്ചു പോകുമ്പോൾ ഇവരേത് ഗോത്രത്തിൽപ്പെട്ടവരാണെന്നൊരു തർക്കം വന്നു. അങ്ങനെ അവിടെ പരിശോധിച്ച് വന്നപ്പോഴാണ് ഇവർ ദാൻ ഗോത്രക്കാരാണെന്ന് കണ്ടുപിടിക്കുന്നത്. വെച്ചാൽ ഇവരുടെ രേഖകളെല്ലാം പണ്ട് തൊട്ടേ ഉള്ളത് അവർ 1960 18 ലക്ഷമായിട്ട് ഇവർ ഉയർന്നു. 1990 ഇവർ 45 ലക്ഷമായി. 95 ഇവർ 53 ലക്ഷമായി. ഇനി 2000 വരുമ്പോൾ 61 ലക്ഷമായി. 2010 വരുമ്പോൾ 73 ലക്ഷമായി. 2020 വരുമ്പോൾ 88 ലക്ഷമായി. 2025 വരുമ്പോൾ 95 ലക്ഷമായി. ഇപ്പം 2026 അവർ 1.25 കോടിയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇവരെക്കുറിച്ച് പറഞ്ഞ ഇവരെ 77% ആണ് യഹൂദന്മാരുള്ളത്. 2.1 മില്യൺ അറബ്സ് ആണ് അവിടെ ഉള്ളത്. അവർ മിക്സ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഇന്ത്യ പോലെ ഒരു മതേതര രാജ്യം പോലെയാണ് ഇസ്രായേൽ ഗവൺമെൻറ് അവരെയെല്ലാം കാണുന്നത്. പക്ഷേ അവർക്കെതിരെ ബോംബുണ്ടാക്കുകയും അവരുടെ ദേവാലയം തല്ലിപ്പൊളിക്കാൻ ചെല്ലുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 2,60,000 ഫോറിൻ നാഷണാലിറ്റീസ് അവിടെ ഉണ്ട്. അവരും അവിടെ പല ജാതിക്കാരാണ്. ഹിന്ദുസും ഉണ്ട്, മുസൽമാനും ഉണ്ട്, ക്രിസ്ത്യൻസും ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. അവരുടെ ഒന്നും പള്ളികൾ ഇവിടെ തല്ലിപ്പൊട്ടിക്കാൻ പറ്റില്ല. അവരെ ഇന്ത്യ പോലൊരു മതേതരത്വ രാജ്യമാണ് ഇന്ത്യ. ഇപ്പോഴത്തെ ഇന്ത്യ അല്ല, പഴയ ഇന്ത്യ പോലൊരു മതേതരത്വ രാജ്യമാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ തല്ലിപ്പൊട്ടിക്കുക. അത് അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ 10-ാം വാക്യത്തിൽ, നിങ്ങൾ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളുടെ മനുഷ്യരെ ഇസ്രായേൽ മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. അങ്ങനെ ഇവർ അടിക്കടിക്ക് വർദ്ധിപ്പിച്ചു. വെറും 21,000 കിലോമീറ്റർ വ്യാസമുള്ള ഒരു രാജ്യത്താണ് ഇവർ. അതിനകത്താണ് ഇവർ അയൺ ഡോം ഉണ്ടാക്കുന്നു. അവരനേക AK-47 തോക്കുകൾ ഉണ്ടാക്കുന്നു, അനേക ഫാക്ടറികൾ ഉണ്ടാക്കുന്നു, ബോംബുകൾ ഉണ്ടാക്കുന്നു, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഈ 21,000 കിലോമീറ്ററിനകത്താണ്. ദാറ്റ് മീൻസ് നമ്മുടെ കേരളത്തിൻ്റെ പകുതിയുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. വെൽ പ്ലാൻഡ് ആയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്ത് മുൻപോട്ട് പോകാം. ഇനിയും അതിൻ്റെ
11 വരുമ്പോൾ ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും, അവർ പെരുകി സന്താന പുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദികാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഞാൻ ഞാൻ നിങ്ങളിൽ മനുഷ്യരെ എൻ്റെ ജനമായ ഇസ്രായേലിനെ തന്നെ സഞ്ചരിക്കുമാറാക്കും. നീ അവരെ ഇനി മക്കളില്ലാത്തവരാക്കുകയുമില്ല. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിന്നെ ജാതികളുടെ നിന്ന കേൾപ്പിക്കുകയില്ല, വംശങ്ങളുടെ അപമാനം നിനക്കിനിയും വഹിക്കുകയില്ല. നീ ഇനി നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇനിയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെ ഇവർക്ക് ഒരു കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഇവരെ ചെതറിക്കത്തില്ല, ഇവരെ നിന്ദിക്കാൻ ജാതികളെ അനുവദിക്കത്തില്ല. ഈ വചനം ഈ പറഞ്ഞ 10 ജാതികൾ മനസ്സിലാക്കണം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലുള്ളത് ആക്ഷരികമായി നടന്നുകൊണ്ടിരിക്കുക. ഇതിന് മേളിൽ ഒരു അമേരിക്കയോ ഒരു റഷ്യയോ ഒരു സൂപ്പർ പവറോ നോക്കിയാലും അവരുടെ ആലോചിച്ചാലും ആലോചനകളെല്ലാം വൃഥാവായി പോകും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. ഇത് മിലേനിയത്തിലെ കാര്യം കൂടി ഇവിടെ ചേർത്താണ് ഇവിടെ പറയുന്നത്. 1000 ആണ്ട് വാഴ്ച കൂടെ ചേർത്താണ് പറയുന്നത്. ഇനി 29 ഞാൻ നിങ്ങളുടെ സകല അനിതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തും. നിങ്ങളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും അന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യം നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. കാരണം ഞാൻ യഹോവയെന്നറിയും. ഞാൻ ധാന്യത്തെ വിളിച്ചു വരുത്തും, ഫലവൃക്ഷങ്ങളെ വിളിച്ചു വരുത്തും. ഇവരുടെ വളർച്ച കണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ 10 ജാതീയ രാജ്യങ്ങൾക്ക് അവർ പലയിടത്തായിട്ട് ചിതറിപ്പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവർക്കൊരിക്കലും ഒരു സുഖം കിട്ടുന്നില്ല, അവർക്കൊരു സന്തോഷം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവരുടെ പ്ലാനുകൾ അറിയാം. ഇവർ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മുടെ കേരളത്തിലെ, ഞാൻ പേരുകളൊന്നും ഇപ്പോൾ പറയുന്നില്ല, കേരളത്തിലെ അനേക സൊസൈറ്റികളുണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഒത്തിരി സൊസൈറ്റികളുണ്ട്. അതിനെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ചെയർമാനെയും ഓരോ പ്രസിഡന്റുമാരെയും അവരുടെ ഭരണസമിതിയും കുത്തി നിറയ്ക്കും. നമ്മുടെ കേരളത്തിലെ സൊസൈറ്റികളെല്ലാം മൊത്തം കടം കയറിഞ്ഞു കിടക്കുക. അതിൻ്റെ കാര്യം എന്താ? കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾ കയറിയിട്ട് ഇവരുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം അങ്ങ് ലോൺ കൊടുക്കുക. എന്നാൽ ഇസ്രയേൽ അങ്ങനെയല്ല. അവർ ചില മൂവ്മെൻറ്റുകൾ, ചില പരിപാടികൾ ചെയ്തു. അതിലൊന്നാണ് സയനിസ്റ്റ് മൂവ്മെൻറ്റ്. അവരവിടുന്ന് അവരുടെ വർക്കുകൾ തുടങ്ങി. 97 ആയപ്പോഴത്തെ സയനിസ്റ്റ് മൂവ്മെൻറ്റ് ശക്തി പ്രാപിച്ചു. അവരനേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഓരോ ഏരിയയിലെ കൃഷിഭൂമിയാണെങ്കിൽ അവരത് വീതിച്ചു കൊടുക്കും. വീതിച്ചു കൊടുത്തിട്ട് വടക്കേ ഇന്ത്യ പോലെ എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ വീടുകൾ പണിയും. അത് കോൺക്രീറ്റ് വീടുകളാണ്. അതിനെല്ലാത്തിനും അണ്ടർഗ്രൗണ്ട് വേണം. കാരണം അവർക്കറിയാം, മോശയെ ഒരു ദർശനം കാണിച്ചിരുന്നു. ഹോരോബിലേക്ക് വിളിച്ചപ്പം മുൾപ്പടർപ്പ് കത്തുന്നു, എന്നാൽ അത് വെന്തുപോയില്ല. ഇസ്രയേലിൽ നിന്നും ഈ കത്തലുണ്ടാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ ജീവിതമേ അവരങ്ങനെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഷെൽറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. സൈറൺ മുഴങ്ങുമ്പോൾ ഇവരെല്ലാവരും ഓടി അതിനകത്ത് പൊക്കോണം. സൈറൺ മുഴങ്ങുമ്പോൾ ഇവർ വീണ്ടും തിരിച്ചു വന്ന് അവരുടെ ജോലിയിൽ പെട്ടെന്ന് വ്യാപൃതരായിക്കോണം. അല്ല പിന്നെ അവിടെ ലേസി പരിപാടി, അവിടെ ഇരുന്ന് കൊച്ചുവീടി വലിക്കുവോ അല്ലെങ്കിൽ അവിടെ വെള്ളവും കുടിച്ചിരിക്കുക പരിപാടിയൊന്നുമില്ല. കാരണം ഇവരെല്ലാവരും രാജ്യത്തിൻ്റെ ഏക കണികളായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പണിയുക. 10 വീടുണ്ടെന്നിരിക്കട്ടെ എക്സാമ്പിൾ. മോശൈവമെന്നും അതുപോലെ തന്നെ കിബൂട്ട്സ് എന്നും പറഞ്ഞ ഗ്രൂപ്പുകളാക്കി, പേരുകളിട്ട് അവർ ഗ്രൂപ്പുകളാക്കി. അത് വെൽ പ്ലാൻഡാണ്. അതിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു 10 കുടുംബമുണ്ട്. അവർക്കൊരു 100 ഏക്കർ സ്ഥലവുമുണ്ട്, അല്ലെങ്കിൽ ഒരു 50 ഏക്കർ സ്ഥലവുമുണ്ട്. അവർക്കിപ്പോൾ ഏക്കറൊന്നും വേണ്ട. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഓരോ പരിപാടി അങ്ങോട്ട് തുടങ്ങി. കൃഷിയാണെങ്കിൽ കൃഷി, അത് ട്രിപ്പ് ഇറിഗേഷൻ, ഹൈഡ്രോപോണിക് ഫാമിങ്, അങ്ങനെയുള്ള അനേക കൃഷി സമ്പ്രദായങ്ങൾ അവിടെ തുടങ്ങിയത്. അവരത് തുടങ്ങിയിട്ട് അവർക്കതിന് ഭൂമിയൊന്നും വേണ്ട, മണ്ണ് പോലും വേണ്ട. മണ്ണെന്ന് പറഞ്ഞാൽ ഒരു ശകലം മണ്ണ് ഒരു പാക്കറ്റിനകത്ത് എടുത്തിട്ട് അതിനകത്തുനിന്ന് 10 ഇരട്ടി വെള്ളമാണ് അവരെടുക്കുന്നത്. അതിൻ്റെ എല്ലാം ഞാൻ പിക്ചേഴ്സും അതിൻ്റെ എവിഡൻസും ഇട്ട് തരാം. ഒരു ടൊമാറ്റോ ചെടിയിൽ നിന്നും നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ, ആന്ധ്രയിലും തമിഴ്നാട്ടിലോ കൂടുതൽ ടൊമാറ്റോ ഉണ്ടാകുന്നത്.
അവിടെ ഉണ്ടാകുന്നതിൻ്റെ 10 ഇരട്ടിയാണ് ഫ്രൂട്ട്സ് ഇസ്രയേലിൽ ഒരു ടൊമാറ്റോ ചെടിയിൽ നിന്നുണ്ടാകുന്നത്. അത് നമ്മുടെ ഇവിടുത്തെ പോലുള്ള കൃഷിയല്ല. നമ്മൾ ഒരേക്കർ സ്ഥലത്ത് നിരത്തി കൃഷി ചെയ്യുമ്പോൾ അവരെ കുറച്ച് മണ്ണ് എടുത്തിട്ട് വലിയ ട്രസ് ഉണ്ടാക്കുക. ട്രസ് എന്ന് പറഞ്ഞാൽ ഈ വെൽഡ് ചെയ്യുന്ന പോലുള്ള PVC പൈപ്പ്, PVC പ്രത്യേക അതിന് വേണ്ടി പൈപ്പ് അവരുണ്ടാക്കും. അതുപോലെ തന്നെ GI പൈപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ തുരുമ്പെടുക്കാത്ത പോലെ. നമ്മുടെ GI പൈപ്പ് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ GI പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 വർഷം കഴിയുമ്പോൾ തുരുമ്പെടുത്തു പോകും. പക്ഷേ അവരുടെ GI പൈപ്പ് പഴയ, നിങ്ങൾ ഓർത്തോണം, പഴയ കാലത്തെ നാഗപ്പാളി എന്ന് പറയുന്ന ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. ഈ വെള്ളമൊക്കെ വീഴാൻ ഇപ്പം നമ്മളിടുന്ന ഇരുമ്പ് ഷീറ്റ് പോലെ. ആ ഷീറ്റൊക്കെ 100 വർഷം കഴിഞ്ഞാലും അത് അഴുക്കാകത്തില്ലായിരുന്നു. നാഗപ്പാളി ഞങ്ങളുടെയൊക്കെ കുടുംബ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോഴത്തെ നാഗ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് തുരുമ്പെടുത്ത് ഹോള് വീഴും, കിഴുത്തയാകും. അവരങ്ങനെയുള്ള ടെക്നോളജിയാണ്. അത് ഞാൻ എപ്പോഴും ഇരുന്ന് വിഷമിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ യൂസ് ആൻഡ് ത്രോയിലേക്ക് വന്നു. പക്ഷേ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എവിടുന്നാണ് വരുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നിങ്ങൾ നോക്ക്. ഇതിവിടുത്തെ ഗവൺമെൻറ് പിടിപ്പുകേടല്ലേ? നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ 10ഉം 20ഉം മൊബൈൽ ഫോണിൻ്റെ ചാർജർ കാണും. ഇതിൻ്റെ റോ മെറ്റീരിയൽ എവിടുന്ന? ഇത് പ്ലാസ്റ്റിക് വരുന്ന പെട്രോളിയം പ്രൊഡക്ഷൻ നിന്നാണ്, അല്ലെ ക്രൂഡ് ഓയിൽ നിന്നാണ്. അതിൻ്റെ യൂറിയ ഇതെല്ലാം അതിൻ്റെ ബൈ പ്രൊഡക്ട്സാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്, വയറിൻ്റെ പ്ലാസ്റ്റിക്, കോപ്പർ, ഇതെല്ലാം നമ്മളൊരു 6 മാസം കഴിയുമ്പോൾ അത് പോകത്തക്കവണ്ണം ഇവർ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിന് വേറൊരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജിയിലുള്ള എഞ്ചിനീയേഴ്സിനെ ഇപ്പോൾ അവർ വെക്കുന്നത്. വാറണ്ടിക്ക് സമയം കഴിയുമ്പം പോകണം. ബൾബൊക്കെ നിങ്ങൾ മേടിച്ച് നോക്കിയോ, 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. മാക്സിമം 1.5 വർഷം അല്ലെ 1.25 വർഷം കഴിയുമ്പോൾ അത് പോയിരിക്കും. കാരണം അങ്ങനെ ഉണ്ടാക്കുക. പക്ഷേ ഇത് ഇവിടുത്തെ ഭരണാധികാരികളുടെ പിടിപ്പുകേടാണ്. അവർ ഈ ഭാഗം ചിന്തിക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് ബുദ്ധി പറഞ്ഞു കൊടുക്കണം. ഈ റോ മെറ്റീരിയൽസിന് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ ഈ തോട്ടിലും ആറ്റിലും ഈ തോടിൻ്റെ സൈഡിലും റോഡ് സൈഡിലും എല്ലാം നമുക്ക് കാണാം പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക്കും. ആ കുപ്പികൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. ഓരോ കുപ്പി ഇപ്പം പണ്ട് നമുക്ക് 10 രൂപ വിലയുള്ള ഒരു ബോട്ടിലായിരുന്ന ഇപ്പം അത് 20 രൂപയായി കാണും, അല്ലെ 30 രൂപയായി ഒരു കുപ്പി വെള്ളത്തിന്. ആ 30 രൂപയ്ക്ക് നമ്മളത് മേടിക്കുക. ഇനി നിങ്ങൾ നോക്കിയോ, ഒരു 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വില 100 രൂപയായിരിക്കും ഒരു ബോട്ടിൽ വെള്ളത്തിന്. ആ പ്ലാസ്റ്റിക് കുപ്പിക്ക് മാത്രം 10 രൂപയായിരിക്കും. കാരണം നമ്മളിതങ്ങ് കളയുക. ഓക്കെ, കുടിച്ചിട്ട് കളഞ്ഞു, പക്ഷെ അത് റീസൈക്കിൾ ചെയ്യണം. കാരണം ഇത് ഭൂമിക്കടിയിൽ നിന്ന് വരുന്നതാ, ജനം ഇവിടെ പെരുകുക. പക്ഷെ അത് ചിന്തിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഇസ്രയേൽ അങ്ങനെ അല്ല. ഇസ്രയേൽ അവർ റീസൈക്കിൾ ചെയ്യുന്നു. അത് തന്നെയല്ല, അവരുടെ സാധനങ്ങൾ ഒന്നും പെട്ടെന്ന് നശിക്കുന്നതല്ല. എൻ്റെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. ഞാൻ പണ്ട് ഗൾഫിൽ പോയപ്പോൾ ആദ്യം അവിടെ ചെന്ന് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 1980 മേടിച്ചതാണ്. ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. 46 വർഷമായി ആ വാഷിംഗ് മെഷീൻ ഞാൻ ഉപയോഗിക്കുക. അതേസമയം ഇന്നത്തെ ഒരു വാഷിംഗ് മെഷീനോ, എൻ്റെ ടേപ്പ് റെക്കോർഡർ ഇരിപ്പുണ്ട്, റെക്കോർഡ് പ്ലെയർ ഇരിപ്പുണ്ട്, അതെല്ലാം ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ്. കാര്യം എന്താ, 40ഉം 50ഉം വർഷമായ സാധനങ്ങളാണ്. കാരണം അന്ന് അങ്ങനെ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ ഈയിടെ എൻ്റെ ഒരു വീഡിയോ ക്യാമറ കേടായി. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ കുന്നംകുളത്തൊരാടയിൽ കൊണ്ട് കൊടുത്ത് റിപ്പയർ ചെയ്യാൻ. അവിടെ ഒരു നല്ല റിപ്പയർ ആളുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം ഇതെല്ലാം നോക്കിയിട്ട് അഴിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഇച്ചിരി ഉറുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു ഉറുമ്പ് കയറിപ്പോയി. എന്നിട്ട് പുള്ളി ഒരു വാക്ക് പറഞ്ഞു, സാറേ പണ്ടത്തെ സാധനങ്ങൾ ഉപയോഗിക്കാമായിരുന്നു, ഇപ്പോഴത്തെ സാധനങ്ങൾ ഉള്ളി ടോയ്സാണ്. നിങ്ങളിത് പൊതിഞ്ഞ് കെട്ടി 20,000 കൊടുത്ത് 40,000 കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോഴത്തെ മേടിക്കുക, ഉപയോഗിക്കുക, കേടാവുക, കളഞ്ഞേക്കുക. ആ ടെക്നോളജിയിൽ ലോകം മാറ്റി. പക്ഷെ ലോകം മാറ്റിയ പിശാചിൻ്റെ തന്ത്രമാണ്. നിങ്ങളും ഞാനും ഈ ക്യാമറയ്ക്ക് അന്ന് 20,000 രൂപ കൊടുക്കണ്ടെങ്കിൽ ഇന്നിപ്പോൾ ആ ക്യാമറ വേണമെങ്കിൽ 40,000. ഒരു ഫോൺ വേണമെങ്കിൽ ഇപ്പോൾ എത്ര കൊടുക്കണം? മിനിമം ഒരു നല്ല ഫോൺ വേണമെങ്കിൽ ഒരു 10-25,000 രൂപ കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോകം പ്രശ്നങ്ങളിലേക്ക് പോകാം. ഒരു മനുഷ്യൻ ജോലി ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ അവന് വേണ്ടുന്നതായിരുന്ന അത്യാവശ്യ വസ്തുവകൾ മേടിക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. ഇവരങ്ങനെ പല ടെക്നോളജികൾ തുടങ്ങി. സയനിസ്റ്റ് മൂവ്മെൻറ്റ്, കിബൂട്ട്സ്, മോശൈവം, ഹൈഡ്രോപോണിക് ഫാമിങ് തുടങ്ങി. ഇവർക്ക് നരമ്പ് വെച്ചു. നമ്മൾ പറയുന്നത് മനുഷ്യ ശരീരത്തിനകത്തോട്ട് നരമ്പ് വെച്ചെന്നല്ല അർത്ഥം. അവർക്കൊക്കെ നരമ്പും മാംസവും തൊക്കും ഉണ്ടായിരുന്നവരായി. ഇച്ചിരി അസ്ഥിക്കോലങ്ങളായി. ഹിറ്റ്ലറുടെ കാലത്തൊക്കെ അവരെ പീഡിപ്പിച്ച് ഒത്തിരി പേര് അസ്ഥിക്കോലങ്ങളായി. അങ്ങനെ ഇസ്രയേൽ ക്ഷയിച്ചു പോയെന്നതിനർത്ഥം. അപ്പോൾ ആ ഇസ്രയേലിൻ്റെ സമ്പദ്ഘടന വർദ്ധിപ്പിച്ചു. അവർക്ക് നരമ്പ് വെച്ചു. അവരുടെ മരുഭൂമിക്കകത്തൂടെ തോടുകൾ ഒഴുകാൻ തുടങ്ങി. അതവിടെ മഴയൊന്നും ദൈവം പെയ്ച്ചിട്ടോ അവർക്ക് വേണ്ടി പ്രത്യേക മൺസൂൺ കൊടുത്തിട്ടൊന്നും അല്ലായിരുന്നു. അവർക്ക് ബുദ്ധി കൊടുത്തു.
അവരതുകൊണ്ട് അവിടെ പ്ലാന്റുകൾ ഉണ്ടാക്കി, വാട്ടർ ഡിസാലിനേഷൻ പ്ലാന്റുകൾ ഉണ്ടാക്കി. അവരുടെ ഒരു ജീപ്പ് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ബഹുമാനപ്പെട്ട മോദി പ്രധാനമന്ത്രി ഇസ്രയേലിൽ ചെന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ആ ജീപ്പ് കാണിച്ച് അവർ കടൽ തീരത്തിലൂടെ ആ ജീപ്പിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. എന്നിട്ട് ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ മോദി സാറിന് ഒരു ജീപ്പ് സംഭാവന ചെയ്തു. 77 ലക്ഷം ഇന്ത്യൻ മണിയാണ് അതിൻ്റെ ഈക്വലന്റ് വില. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 40,000-ഓ 50,000-ഓ ലിറ്റർ വെള്ളം ഡിസാലിനേഷൻ ചെയ്യും. ആ ജീപ്പ് പോർട്ടബിളാണ്, എവിടെയും ഓടിച്ചു കൊണ്ടുപോകാം. എവിടെ വെള്ളമില്ല, ഇപ്പോൾ ഒരു കൃഷി സ്ഥലത്ത് ഇപ്പം ചെടികൾക്ക് വെള്ളമില്ല, അല്ലെങ്കിൽ അവിടെ ടൊമാറ്റോ ഫീൽഡിൽ വെള്ളമില്ല, ഒരു വണ്ടി അങ്ങോട്ട് ചെല്ലുന്നു, അവിടെ പൈപ്പ് ഇടുന്ന കടലിലേക്ക്, അവിടുന്ന് കിലോമീറ്റർ ദൂരേക്ക് ഇവർ വെള്ളം അടിച്ചു കൊടുക്കുകയാണ്. ഈ വണ്ടിക്കയിലെ മെഷീനകത്തൂടെ കറങ്ങി കയറി പോകുന്നത്, തിരിച്ചിറങ്ങി പോകുന്നത് പ്യുവർ വെള്ളമാണ്, ഉപ്പില്ലാത്ത വെള്ളമാണ്. വേറെ സ്ഥലത്തപ്പോൾ സാൾട്ട് അവരുണ്ടാക്കുക ആ മെഷീനിൽ കൂടെ തന്നെ. അങ്ങനെയുള്ള ടെക്നോളജികളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഭരണകക്ഷി പ്രതിപക്ഷത്തിനെതിരായിട്ട്, ഇത് സുപ്രീം കോടതി കേസുള്ള കിടക്കുന്ന ഒരു സംഭവം ഈ പറയുന്നത്, ഒരു സ്പൈ വർക്ക് നടത്തി. അത് സുപ്രീം കോടതി ഇപ്പം അനങ്ങുന്നില്ല, ആ കേസ് ഡൈ ആയിട്ട് കിടക്കുക. അതങ്ങനെ കിടക്കത്തുള്ളല്ലോ, ഭരണാധികാരികൾ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളല്ലോ. പെഗസസ് എന്ന് പറയുന്ന ചാര സോഫ്റ്റ്വെയർ ഇവർ കൊണ്ടുവന്നു. മെയിൻ പ്രധാന രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ഒക്കെ ഫോണിൽ ഇവർ ഈ സ്പൈ സോഫ്റ്റ്വെയർ കയറ്റി. അപ്പോൾ അവർ വീട്ടിലിരിക്കുന്ന പണ്ട് ആറാം രാജാവ് പറഞ്ഞതുപോലെ, നമ്മളിവിടെ കൊട്ടാരത്തിൽ ഇരുന്ന് പറയുന്നത്, അല്ലെ അരമനയിൽ ഇരുന്ന് പറയുന്നത്, ഇതെങ്ങനെ എലീശ പ്രവാചകൻ അറിയുന്നത് എന്ന് പറഞ്ഞതുപോലെ, ഇവരിവിടെ ഇരുന്ന കോൺഗ്രസ് പാർട്ടിയും ജനതാ പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഒക്കെ പ്ലാൻ ഇടുന്നത് അപ്പോൾ തന്നെ മറ്റുള്ള എതിർകക്ഷികളുടെ ഓഫീസിൽ അറിയുക, കമ്പ്യൂട്ടർ ശൃംഖലയുമായിട്ട് അവരവിടെ ഇരിക്കുക, അവരുടെ വാർ റൂമിൽ ഇരുന്ന് അവരെല്ലാം റെക്കോർഡ് ചെയ്ത് കേട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ടവരെ അറിയിച്ചുകൊണ്ടിരിക്കുക. ആ കേസാണ് ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുന്നത്, പെഗസസ് എന്ന് പറയുന്ന ആ കേസ്. അതിൻ്റെ ഇപ്പോൾ പിക്ചറുകൾ ഞാൻ കുറച്ചങ്ങോട്ട് ഇട്ട് തരാം. അപ്പം ഞാനീ പറയുന്നത്, ദൈവത്തിൻ്റെ ജനമേ, ഇവർ അനുഗ്രഹിക്കപ്പെട്ടു. ഇവരുടെ കൃഷി കയറി ഏതാണ്ട് $US ഈ പറയുന്നത് 2.41 ബില്യനാണ് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പല പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു, അവർ യൂറോപ്പിലേക്കാണ് കൂടുതലും അവരുടെ ഫ്രൂട്ട്സ് കയറി പോകുന്നത്. ഏതാ ഈ മരുഭൂമിയായി കിടന്ന സ്ഥലമാണ്. അതാണ് ദൈവം അവരോട് പറയുന്നത്. അതിൻ്റെ 36 എസ്കേൽ 36-ന്റെ 10-ാം വാക്യത്തിൽ, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും, ഞാൻ നിങ്ങളെ മനുഷ്യരുടെ ഇസ്രായേൽ ഗ്രഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. കൊമ്പുകളെ നീട്ടി ഫലം കായ്പീൻ, നിങ്ങളെ അവർക്ക് വേണ്ടി ഫലം കൊടുപ്പീൻ. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ അവരോട് ചോദിക്കുന്ന ഒരു സാധനമാണ് എയർ ഡിഫൻസ് സിസ്റ്റം. ഇവരേണ്ട ആയിരക്കണക്കിന് 200-300 മിസൈൽ ഇവർ ഒരുമിച്ച് അങ്ങോട്ട് അയച്ചിട്ടും അതിൽ ഒരെണ്ണം പോലും ശരിക്ക് ഇസ്രയേലിൻ്റെ ഭൂമിയിൽ വീണിട്ടില്ല. കാര്യം എന്താ? അവരെല്ലാം അതിനെ ഇന്റർസെപ്റ്റ് എടുത്ത് കളയുക. കാരണം ഇവരുടെ അയൺ ഡോം എന്ന് പറയുന്നതും ലേസർ ബീം എന്ന് പറയുന്നതും ഒക്കെ ഇവരിപ്പോൾ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവരിതൊന്നും കൊട്ടിഘോഷിക്കുന്നില്ല. പക്ഷേ ഈ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പൈലറ്റേഴ്സ് പോയി 15,000 ഹിറ്റ് നടത്തി അവിടെ പാലങ്ങളൊക്കെ തകർന്ന പിക്ചറുകൾ കഴിഞ്ഞ എപ്പിസോഡുകൾ ഞാൻ ഇട്ടതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇവരിനെ അവിടെ ഇത്രയും തകരാത്തത്? എന്താ ഇവർക്ക് ഇത്ര വലിയ പവർഫുള്ളായ ഈ ഇറാനും കൂടെ നിൽക്കുന്ന സഖ്യരാഷ്ട്രങ്ങളും വരുവീൻ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇസ്രയേൽ ഒരു ജാതിയല്ലാതെ രാഷ്ട്രമല്ലാതെ ഇവരെ തകർത്ത് കളയാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് തകർക്കാൻ പറ്റുന്നില്ല? ഒറ്റ കാര്യമേ ഉള്ളൂ, ജീവനുള്ള ദൈവം പറയുന്നു, ഇനിയും അവരെ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ തകർക്കാൻ പറ്റത്തില്ല. നിങ്ങളിനി മക്കളില്ലാത്തവരാകത്തില്ല. ജാതികൾ ഇറാനെ നിന്നെ അവരുടെ മേൽ വരത്തില്ല. നീ അവരെ നിന്ദിപ്പിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. ഇത് എസെക്കിയേൽ പ്രവചനം 36-ന്റെ 15-ാം വാക്യമാണ്, അല്ലെ 36-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഇവർ അനുഗ്രഹിക്കപ്പെട്ടു. ഇവരുടെ അവിടുന്ന് ഫ്രൂട്ട്സുകളും ഫലങ്ങളും അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ഇവരെ നരമ്പ് വെച്ചു. അവർക്ക് നരമ്പെന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ കൃഷിഭൂമിയിൽ കൂടെ തോടുകൾ ഒഴുകാൻ തുടങ്ങി. സമ്പൽഘടന GDP വർദ്ധിച്ചു. അവരുടെ ലീവിങ് കോസ്റ്റ് 7,500 to 12,000 $US പെർ മന്ത് അവരുടെ ലീവിങ് കോസ്റ്റ്. അതേസമയം കേരളത്തിൻ്റെ ലീവിങ് കോസ്റ്റ് പെർ മന്ത് $US വരുന്ന $250. ചിന്തിച്ചോണം, ദൈവം പറഞ്ഞ വാക്കിൻ പ്രകാരം നരമ്പ് വെച്ചു, മാംസം പിടിപ്പിച്ചു. എന്താണ് ഈ 2.25 വർഷമായി യുദ്ധം തുടങ്ങിയിട്ട്? എങ്ങനെയാണ് ഒരു ഇസ്രയേല് 15,000 ഹിറ്റ് നടത്തിയവർ ഇറാനിൽ,
അപ്പം എത്ര ഫൈറ്റേഴ്സ് അവരെ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിൽ നിന്നും ഇറാനിലേക്ക് ഏകദേശം 1500-2000 കിലോമീറ്റർ ദൂരമുണ്ട്. അതിന് എന്തുമാത്രം ആവിയേഷൻ സ്പിരിറ്റ് വേണം ഈ ഫൈറ്റേഴ്സ് പറന്നു വരാൻ. ഇനി പോട്ടെ, എയറിൽ വെച്ച് ഫില്ല് ചെയ്യും, എങ്കിൽ പോലും എന്തുമാത്രം കോടി ആവിയേഷൻ സ്പിരിറ്റ് വന്നു. ഒരു റോക്കറ്റിൻ്റെ വില എന്താ, മിസൈലിൻ്റെ വില എന്താ, ഒരു ബോംബിൻ്റെ വില എന്താ, ഇതെല്ലാം ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കാട്ടെ. ഇസ്രയേലിന് വരുന്ന നഷ്ടങ്ങളും ഇറാന് വന്ന നഷ്ടങ്ങളും ഒക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പം ദൈവത്തിൻ്റെ ജനമേ, ഇതാ ദൈവം പറയുന്നു, നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, നിനക്ക് ഞാൻ നരമ്പ് വയ്ക്കും, ശ്വാസം പിടിപ്പിക്കും. ഇസ്രയേൽ മലകളെ, തോടുകളെ, താഴ്വരകളെ, എൻ്റെ മക്കൾ വരുന്നു. ജാതികൾ നിന്നിൽ കുഴി കുഴിച്ച് വിഗ്രഹാരാധന നടത്തി എൻ്റെ മണ്ണിനെ മലിനമാക്കി. അതിന് ഞാൻ അവരോട് കണക്ക് ചോദിക്കും. അതാണ് അവരിപ്പോൾ കിടന്ന് നട്ടം തിരിയുന്നത്. അടുത്ത എപ്പിസോഡിൽ ഈ കണക്ക് ചോദ്യം ഞാൻ നിങ്ങളോട് വിവരിക്കാം. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ.